നമസ്കാരം. ഓം ഓം ഓം. കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രമായ രാമഭദ്രയ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 24 ചതുർവിംശ സർഗ. 7 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തിരുന്നത്. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്ത അർത്ഥമൊന്ന് നോക്കാം. ശ്ലോകം 8. സംനികർഷേതു നശൂര ജയം ശത്രോപരാജയം സുപ്രഭം ച പ്രസന്നം ച തവ വക്ത്രം ഹി ലക്ഷ്യതേ. 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: നമുക്ക് ജയവും ശത്രുവിന് പരാജയവും അടുത്തിരിക്കുന്നതായി ഭവാന്റെ പ്രസന്നമുഖം വ്യക്തമാക്കുന്നു. ശ്ലോകം 9. ഉദ്യതാനാം ഹി യുദ്ധാർത്ഥം യേഷാം ഭവതി ലക്ഷ്മണ നിഷ്പ്രഭം വദനം തേഷാം ഭവത്യായു പരീക്ഷയഃ. യുദ്ധത്തിന് ഒരുമ്പെടുന്നവരുടെ മുഖം നിഷ്പ്രഭമാകുന്നത് ആയുസ്സിൻ്റെ പരിക്ഷയം സൂചിപ്പിക്കും. ശ്ലോകം 10. രക്ഷസാം നർദ്ദതാം ഘോര ശ്രൂയതേയം മഹാധ്വനിഃ ആഹതാനാം ച ഭേരീണാം രാക്ഷസൈ ക്രൂരകർമ്മഭിഃ. രാക്ഷസന്മാർ ഘോരമായി അലറുന്നത് കേൾക്കാനുണ്ട്. ക്രൂരന്മാരായ രാക്ഷസന്മാരുടെ പെരുമ്പറയടിയുടെ ഉഗ്രശബ്ദവും കേൾക്കുന്നുണ്ട്. ശ്ലോകം 11. അനാഗത വിധാനം തു കർത്തവ്യം ശുഭമിച്ഛത ആപദം ശങ്കമാനേന പുരുഷേണ വിഭജിത. ആപത്ത് ശങ്കിക്കുന്നവനും ശുഭം ജയം കാക്ഷിക്കുന്നവനുമായ മനുഷ്യൻ അറിവുള്ളവനാണെങ്കിൽ വരാനിരിക്കുന്നതിനെ നേരിടാൻ വേണ്ടത് മുൻകൂട്ടി ചെയ്യണം. ശ്ലോകം 12. തസ്മാത് ഗൃഹീത്വാ വൈദേഹിം ശരപാണി ധനുർധരഃ ഗുഹാമാശ്രയശൈലസ്യ ദുർഗാം പാദപസംകുലാം. 12ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അതുകൊണ്ട് സീതയെ കൂട്ടി വില്ലുമെടുത്ത് ദുർഗമമായ ശൈല ഗുഹയിലേക്ക് പോവുക. ചുറ്റും വൃക്ഷങ്ങളോട് കൂടിയ ഗുഹ. ശ്ലോകം 13. പ്രതികൂലിതുമിച്ഛാമി നഹി വാക്യമിദം ത്വയാ ശാപിതോ മമ പാദാഭ്യാം ഗമ്യതാം വത്സ മാചിരം. എൻ്റെ ഈ വാക്യത്തിന് നീ എതിരാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാദത്തെ പിടിച്ചു ഞാൻ ആണയിടുന്നു. ഭവാൻ പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഒട്ടും വൈകരുത്, ഉടനെ പോവുക എന്ന് പറയുന്നു. ശ്ലോകം 14. ത്വം ഹി ശൂരച്ഛ ബലവാൻ ഹന്യായേതാന്ന സംശയ സ്വയം നിഹന്തുമിച്ഛാമി സർവാനേവ നിശാചരാൻ. ഭവാൻ ശൂരനാണ്, ബലവാനാണ്. ഭവാൻ മാത്രം മതി ഇവരെ ഹനിക്കാൻ. ഇതിലെനിക്ക് സംശയമില്ല. എങ്കിലും ഇവരെ എല്ലാവരെയും ഞാൻ തന്നെ നിഹനിക്കണം എന്നാണ് എൻ്റെ ഇച്ഛ. ശ്ലോകം 15. ഏവമുക്തസ്തു രാമേണ ലക്ഷ്മണഃ സഹ സീതയാഃ ശരാനാദായ ചാപം ച ഗുഹാം ദുർഗാം സമാശ്രയത്. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ സീതയോടുകൂടി അമ്പുകളും വില്ലുമെടുത്ത് ദുർഗമമായ ഗുഹയിലേക്ക് പോയി. ശ്ലോകം 16.
തസ്മിൻ പ്രവിഷ്ടേ തു ഗുഹാം ലക്ഷ്മണേ സഹ സീതയാ ഹന്തു നിര്യക്തമിത്യുക്ത്വാ രാമ കവചമാപിശത്. 16-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലക്ഷ്മണൻ സീതയോടുകൂടി ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹാവു അനുസരിച്ചല്ലോ എന്ന് പറഞ്ഞ് രാമൻ പോർച്ചട്ട ഇട്ടു. 16 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.